ഹലോ ഗൈസ്. അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് 2025 ജനുവരി ജനുവരി 1 മുതൽ നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രീ പ്ലാൻ തയ്യാറാക്കാം. അതിൽ ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഡിസംബർ 4 2024 ഇന്ന് മുതൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത മാസം 1 മുതൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രേക്കും വരാത്ത രീതിയിലുള്ള ഒരു സ്റ്റഡി നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഇന്ന് മുതൽ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പം ഒരു ജനുവരി 1 ആകുമ്പോഴേക്ക് നമുക്ക് ഒരു മിനിമം ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ എന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോഴേക്ക് നമുക്ക് സമയം കണ്ടെത്താൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1 മണിക്കൂർ ഇന്ന് മുതൽ നമുക്ക് 1 മണിക്കൂർ ഒരു സ്റ്റഡി ടൈമായിട്ട് നമുക്ക് തുടങ്ങാം. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, ഒരു ദിവസം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് എന്ന രീതിയിൽ നമ്മളത് തുടങ്ങണം. ഇന്ന് നമുക്കങ്ങനെ തുടങ്ങാം. അതേപോലെ 2024 കറണ്ട് അഫയേഴ്സ് മുതൽ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. 2025 ജനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് അങ്ങനെ പോവാം. 2024 കറണ്ട് അഫയേഴ്സ് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ തീർക്കണം. പിന്നെ SCERT നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. SCERT സ്റ്റാർട്ടിങ്ങും നമുക്ക് ചെയ്യണം. അപ്പം ഇന്ന് മുതൽ നമുക്ക് ചെയ്യാനുള്ളത് ഡെയിലി 1 മണിക്കൂറെങ്കിലും നമ്മൾ ടൈം മാറ്റി വെക്കുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും വർക്കൗട്ട് ചെയ്ത് തുടങ്ങുക. ഒരു കറണ്ട് അഫെയർ 2024 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ തുടങ്ങുക. SCERTയും തുടങ്ങുക. ഇത്രയും ചെയ്താൽ നമുക്ക് 2025 ജനുവരി 1 മുതൽ നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ടും കറണ്ട് അഫയേഴ്സ് ആയിട്ടും ഒക്കെ നമുക്കൊരു കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ നമുക്കൊരു ട്രാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുമുതൽ നമുക്ക് കറക്റ്റ് ഒരു ട്രാക്കിൽ നമുക്ക് ഒരു ബ്രേക്കും വരാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ട്രാക്കിൽ നമുക്ക് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എന്തായാലും ഇന്ന് മുതൽ തന്നെ നമുക്ക് തുടങ്ങാം.